പിന്നെ അവസാനം അന്ന് ക്രിസ്തു അന്ന് വരെയുള്ളൂ അന്ന് ക്രിസ്തു എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് താൻ ഇതുവരെ ഭരിച്ച ഭരണം രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അത് ചെയ്യുക. ഇത് അധികം ആർക്കും അറിയാൻ പാടില്ല. ഭരണം കൈമാറ്റം. ഇതുവരെയും താൻ കൈകാര്യം ചെയ്ത ഭരണം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. അവിടെ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു സകല ശത്രുക്കളെ കാൽ കീഴാകുവോളം വാഴേണ്ടതാകുന്നു. ശ്രദ്ധിക്കുക, എവിടം വരെ വാഴേണ്ടത്? എല്ലാ ശത്രുക്കളെയും കാൽ കീഴാകുവോളം വാഴേണ്ടതാകുന്നു. ടിൽ ഹി ഹാസ് പുട്ട് ഓൾ ഹിസ് എനിമീസ് അണ്ടർ ഹിസ് ഫീറ്റ്. ടിൽ, അതുവരെ, ഒരു സ്പെസിഫിക് പീരീഡ്, അതുവരെ വാഴേണ്ടതാകും. അത് കഴിഞ്ഞാൽ ഭരണം പിതാവിനെ ഏൽപ്പിക്കണം. നിങ്ങൾക്ക് മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവായ യേശുവിനെ ദൈവം അയക്കുകയും ചെയ്യും. നിങ്ങൾക്ക് വേണ്ടി മുൻ നിയമിക്കപ്പെട്ട ക്രിസ്തുവിനെ ദൈവം അയക്കും. എന്തിനു വേണ്ടി? എല്ലാ കാര്യങ്ങളും യഥാസ്ഥാനമാക്കി കൊടുക്കാൻ. എന്നിട്ട് പറയാണ്, ദൈവം ലോകാരംഭം മുതൽ തന്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും കേൾക്കുക, യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം, അത്രയേ ഉള്ളൂ, യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം സ്വർഗം അവനെ കൈക്കൊള്ളേണ്ടതാവുന്നു, അക്സെപ്റ്റ് ചെയ്യേണ്ടതാവുന്നു. യേശു ക്രിസ്തുവിന്റെ ഈ മുഖാന്തര ഭരണം എല്ലാം യഥാസ്ഥാനത്താകുന്ന കാലത്തോളം സ്വർഗം അംഗീകരിച്ചിട്ടുണ്ട്. ഓൾറെഡി പവർ ഓഫ് അറ്റോർണി റിലീസ്ഡ് ആണ്. ഇത് തിരിച്ചറിയാം. അപ്പൊ ഒരുപക്ഷെ നിങ്ങൾക്ക് ചോദിക്കും, അത് കഴിഞ്ഞാൽ യേശു ക്രിസ്തു എന്ത് ചെയ്യും? വളരെ വ്യക്തമായിട്ടുള്ള ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്, പിതാവിന്റെ ഭരണത്തിന് കീഴിൽ ആയിരിക്കും. വളരെ വ്യക്തതയോടെ വചനം പറയുന്നത്, ദൈവം സകലത്തിലും സകലതുമാകേണ്ടതിന് പുത്രൻ താനും ആ ഭരണം ഏൽപ്പിച്ചിട്ട് പിതാവിന് കീഴടങ്ങി. പിതാവ് എന്ത് ഭരണമാണോ, എന്താണോ തന്നോട് പറയുന്നത്, അതേപോലെ ഇതാ ആ പുത്രൻ ആ പിതാവിന് കീഴടങ്ങി ഇരിക്കുവാനായിട്ട്